നെഹ്റു ട്രോഫി മത്സരം കുറ്റമറ്റതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാപ്റ്റൻസ് ക്ലിനിക് സംഘടിപ്പിക്കുന്നത്. എല്ലാ വള്ളങ്ങളുടെയും ക്യാപ്റ്റന്മാരും ലീഡിംഗ് ക്യാപ്റ്റന്മാരും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് സംഘാടക സമിതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ചുണ്ടൻ വള്ളങ്ങളിലെ ഭൂരിപക്ഷം ക്യാപ്റ്റന്മാരും യോഗത്തിൽ പങ്കെടുത്തില്ല. യോഗത്തിൽ പങ്കെടുക്കാത്തതിൻ്റെ കാരണം ഇവർ സംഘാടക സമിതിയെ അറിയിച്ചിരുന്നുമില്ല. ഇതിനെ തുടർന്ന് യോഗത്തിനെത്തിയ ക്യാപ്റ്റന്മാരും ഉടമകളും പ്രതിഷേധവുമായി രംഗത്തെത്തി. പക്ഷേ ഇപ്പം വന്നിരിക്കുന്ന ഒരു സാഹചര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ ക്ലബ്ബ് 40-45 പേര് കളിക്കുന്നുണ്ട്. അത് ഇതര സംസ്ഥാനത്തിൽ നിന്നുള്ളവരുമുണ്ട്. നമ്മുടെ സംസ്ഥാനത്തുള്ള സായി തോഴ്ചക്കാരുണ്ട്. സായി തോഴ്ചക്കാർ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 365 ദിവസവും അവർ ട്രെയിൻഡ് ആയിട്ട് കിടക്കുകയാണ്. മത്സരത്തിൽ അന്യസംസ്ഥാനക്കാരെ തുഴയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് അവ്യക്തതയുണ്ടെന്നും വള്ളം ഉടമകൾ പരാതിപ്പെടുന്നു. നെഹ്റു ട്രോഫി മത്സരത്തിൽ പങ്കെടുക്കുന്ന ചുണ്ടൻ വള്ളങ്ങളിൽ 25% ഇതര സംസ്ഥാനക്കാരെ ഉൾപ്പെടുത്തരുതെന്നാണ് നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റി നൽകിയ നിർദ്ദേശം. എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തതയില്ലെന്നാണ് വള്ളം ഉടമകളുടെ പരാതി. വള്ളം അവിടുന്ന് വിടുന്ന സമയത്തിന് 4 വള്ളത്തിലും കൂടെ 500 അടുത്ത ആൾക്കാരിരിക്കുമ്പം ഇതിനകത്ത് അന്യസംസ്ഥാനക്കാരാണ് അല്ലാത്തവരാരാണെന്ന് തിരിച്ചറിയാനുള്ള സംവിധാനം ഇവരുണ്ടാക്കിയിട്ടില്ല. ഇനി അഥവാ അങ്ങനെ ഉണ്ടാക്കിയത് ശിക്ഷാ നടപടിയെന്ന് മാത്രമേ ഉള്ളൂ. അതെന്താണെന്നും വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം ക്യാപ്റ്റൻസ് ക്ലിനിക്കിൽ പങ്കെടുക്കാത്ത ക്യാപ്റ്റന്മാരോട് വിശദീകരണം തേടുമെന്ന് നെഹ്റു ട്രോഫി വള്ളംകളി ചീഫ് കോർഡിനേറ്റർ CK സദാശിവൻ പറഞ്ഞു. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ വള്ളങ്ങളുടെ ബോണസിൽ 10% പിഴ ചുമത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. അന്യസംസ്ഥാന തൊഴിൽക്കാരെ കണ്ടെത്തുന്നതിനായി തൊഴിൽക്കാരുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കും. വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള സംഘം ക്യാമ്പുകളിലെത്തിയാകും പരിശോധന നടത്തുക. മത്സര സമയത്ത് കൂടുതൽ അന്യസംസ്ഥാനക്കാർ വള്ളത്തിൽ കയറിയാൽ ആ വള്ളങ്ങളെ അയോഗ്യയാക്കുന്നതടക്കമുള്ള തീരുമാനങ്ങൾ നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റി കൈക്കൊണ്ടിട്ടുണ്ടെന്നും CK സദാശിവൻ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.